ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഈ രാത്രിയിലെ ആദ്യത്തെ മണ്ഡലമായി വരുന്നത് ചേർത്തലയാണ്. മന്ത്രി പി പ്രസാദിന്റെ മണ്ഡലം. പി പ്രസാദിന് അവിടെ എത്രയാണ് സ്കോർ എന്ന് ആദ്യം നോക്കാം. പി പ്രസാദിന്റെ സ്കോർ 75.27. മന്ത്രിയായിട്ടും വളരെ ഗംഭീരമായ സ്കോർ. MLA എന്നുള്ള നിലയിൽ അവിടെ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം ആ മണ്ഡലം എല്ലാവർക്കും വളരെ മികച്ച അഭിപ്രായമുള്ള ഒരു മന്ത്രി എന്ന രീതിയിലല്ല, MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സാധാരണക്കാരനായ അദ്ദേഹത്തിന് വളരെ സ്വീകാര്യത മണ്ഡലത്തിലുണ്ട്. ആർക്കും എതിരഭിപ്രായമോ വിദ്വേഷമോ അദ്ദേഹത്തോടില്ല, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാവർക്കും സ്വീകാര്യനാണ്. ചേർത്തല ഒരു പരമ്പരാഗത ഇടതുപക്ഷ മണ്ഡലവുമാണ്. ജയിച്ചിട്ടുണ്ട്. അത് വേറെ അല്ല, ചേർത്തല വലിയ അപ്പർ ഹെഡ് ഉണ്ടാവാറില്ല എപ്പോഴും. 18 താഴെ വോട്ടുകൾക്ക് LDF ജയിക്കുമ്പോഴും ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ KR ഗൗരിയം എന്നൊരു സാഹചര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരത് മത്സരിച്ച 2 തെരഞ്ഞെടുപ്പുകളിലും ചെറിയ മാർജിലാണ് LDF അവിടെ ജയിക്കുന്നത്. പക്ഷേ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് ചേർത്തല. പി പ്രസാദിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം നന്നായി മണ്ഡലം ശ്രദ്ധിച്ചു. അദ്ദേഹം അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് ഈ മാർക്കിൽ കാണാനുണ്ട്. ഒരു മന്ത്രിക്ക് കിട്ടുന്ന, ഇപ്പൊ നമ്മൾ കുറെ മന്ത്രിമാരുടെ മാർക്കുകൾ പറഞ്ഞു, എല്ലാവരും 60 above താഴെയായിരുന്നു. ഒരു മന്ത്രി എന്ന രീതിയിൽ ഏറ്റവും ഉയർന്ന സ്കോർ ഇപ്പോൾ പി പ്രസാദാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു 75.27. റാങ്ക് സംസ്ഥാനത്തെ മികച്ച MLA-മാരിൽ 19ാമത്തെ സ്ഥാനമാണ്. ആശ്വാസകരമാണ്. പി പ്രസാദിനോടെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും മത്സരിക്കാൻ എന്തായാലും ഗുഡ് വർക്ക്. എല്ലാവർക്കും ഫസ്റ്റ് ടൈം MLA ആണ്. നമുക്കിനി മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്ന് പരിശോധിക്കാം. ചേർത്തലയിൽ അട്ടിമറിക്കുള്ള സ്കോപ്പ് ഉണ്ടോ? LDF-ൽ നിന്ന് ചേർത്തല UDF പിടിച്ചെടുക്കുമോ? നോക്കാം. ഇല്ല. 48.71, 40.41, 10.88, 8.30 എഡ്ജാണ്. വലിയ കംഫർട്ടബിൾ ആയിട്ട് മണ്ഡലം അട്ടിമറി സാധ്യത നിലവിൽ കാണുന്നില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളും സ്ഥാനാർത്ഥികളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമാണ്. നിലവിൽ പി പ്രസാദാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ LDF-ന് കംഫർട്ടബിൾ ആയിട്ട് മുൻ വർഷത്തേക്കാൾ ഒരു ചെറിയ മാർജിൻ ഭൂരിപക്ഷം കൂട്ടി വിജയിച്ചു വരാനുള്ള സാഹചര്യമാണ് നിലവിൽ ചേർത്തല. പി പ്രസാദ് തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത് CPI-യിൽ നിന്ന്. അപ്പോൾ CPI-യുടെ ചേർത്തല മണ്ഡലം സേഫ് ആണെന്ന് നമുക്കിപ്പോ പറയാം. അതെ.